ക്രിസ്മസിൻ്റെ സമയമായി. ഞങ്ങളന്ന് കാലിഫോർണിയയിലാണ്. വിവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ജിബനും ഫാമിലിയും സിയാറ്റിൽ നിന്ന് അവിടെ എത്തി. ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ പോകുന്നതായിട്ടുള്ള ഈ സ്ഥലം മൗണ്ടൻ വ്യൂവിൽ നിന്ന് 1.5 മണിക്കൂർ കാറിൽ യാത്ര ചെയ്താൽ എത്തുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു ബീച്ചും അതിനോട് ചേർന്നുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററും കൂടിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കാർമൽ ബീച്ച് ഓഷ്യൻ അവന്യൂ. ഇവിടെയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടക്കുന്നത്. അവിടെ ഒരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ മറവ് ഉപയോഗിച്ച് ഇന്ന് താഴെ നിന്ന് മേളിലേക്ക് വരുന്ന പോലെ ഒരു പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് വെച്ചുള്ളൊരു ഫോട്ടോസ് എടുത്തു, ഒരു വീഡിയോ എടുത്തു. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു എലിമെൻറ്റ് വെച്ചിട്ട് ബീച്ച് ചിത്രീകരിക്കുന്നതായിട്ടുള്ള രംഗം ഞാൻ നിങ്ങളെ കാണിക്കാം. ആ എലിമെൻറ്റ് തീർച്ചയായിട്ടും ആ വീഡിയോയുടെ ഭംഗി കൂട്ടുന്നുണ്ട്. മറ്റൊന്ന് ആക്ച്വലി ഈ പാൻ മൂവ്മെൻറ്റ് ധാരാളമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരേ രീതിയിലുള്ള പാൻ മൂവ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. സമയം ഏകദേശം 4 മണി. ധാരാളം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. പലവിധമായ കളികളിലും പലവിധമായ ആക്ടിവിറ്റീസിൽ അവർ ഏർപ്പെടുന്നുണ്ട്. ഇവിടെ എൻ്റെ കൊച്ചുമകൻ മൃദുല അവൻ്റെ ഡാഡിയുടെ കൂടെ വിവിൻ്റെ കൂടെ കളിക്കുന്നത് കാണാം. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു. അതിനുശേഷം സൂര്യൻ അസ്തമിക്കുന്നു. ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള ലൈറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ചിത്രം എടുത്തിട്ടുണ്ട്. വേവ്സ് കാലിലേക്ക് വന്നടിക്കുന്നതായിട്ടുള്ള ആ ഒരു ഫീലിംഗ് വരുത്താൻ വേണ്ടി വളരെ ക്ലോസപ്പായിട്ട് ആ ലൈറ്റിങ്ങോട് കൂടി എടുത്തതായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനുശേഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഓഷ്യൻ അവന്യൂ റോഡിലൂടെ നടന്നു. 2 സൈഡ് നിറച്ച് ഷോപ്സാണ്, പലവിധമായ ഷോപ്സ്. ഈ ക്രിസ്മസിൻ്റെ അലങ്കാര വസ്തുക്കൾ, പലവിധമായ ഡ്രസ്സസ്, അങ്ങനെ ലൈറ്റിംഗ് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഐറ്റംസ്. അതിൻ്റെ ഇടയിൽ പല റോഡ് സൈഡ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഇതൊക്കെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചയാണ്. കുറേയൊക്കെ മനുഷ്യരെ ഫേസ് കവർ ചെയ്യാതെ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ് ഈ കാർമൽ ബീച്ച്. ഈ ഓഷ്യൻ വ്യൂ സ്ട്രീറ്റിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള കടകളിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. സുവനീർസ് ഉണ്ട്, ആർട്ട് വർക്ക്സ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി ഐറ്റംസ് ഇത് അവിടെ തന്നെയുള്ള പല ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിച്ചതായിട്ടുള്ള ഐറ്റംസാണ് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അത് തന്നെ ആക്ച്വലി അവിടുത്തെ കൾച്ചർ ഒരു എക്സിബിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. റോഡ് സൈഡിൽ തന്നെ റോഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്. നമുക്ക് പലതരത്തിലുള്ള കുസിൻ. ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയാം, ഈ കാർമൽ ബീച്ചും ഓഷ്യൻ അവന്യൂവും അവിടെയുള്ള വർണ്ണാഭമായ ഈ കടകളൊക്കെ ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കുമെങ്കിൽ പോയി കാണണം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണിത്. അത് മാത്രമല്ല, ഈ വീഡിയോസും ഫോട്ടോഗ്രാഫ്സും ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഒക്കെ ഉപയോഗിച്ച് നല്ല ഫോട്ടോഗ്രാഫി എടുക്കാനുള്ള ഒരു പ്രത്യേക സാഹചര്യം കൂടി ഇവിടെ ഉണ്ടെന്നുള്ളത് എപ്പോഴും ഓർക്കുക. സാധാരണ ബീച്ചിൽ പോകുന്ന പോലെയല്ല, കുറച്ചുകൂടെ പ്രിപ്പയർഡായിട്ട് ഈ ബീച്ചിൽ നിങ്ങൾ പോവുകയും ഈ ഗോൾഡൻ അവർ ടൈമിൽ പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ക്യാമറ ടെക്നിക്സും ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള വീഡിയോസും ഫോട്ടോസും എടുക്കാൻ ഇവിടെ സാധിക്കണം. അങ്ങനെ സാധിക്കുമെങ്കിൽ എനിക്ക് അത് അയച്ചു തരികയും കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. ഞാനും അത് കുറേയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഷെയർ to your friends who love photography.